24 ന്യൂസ് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചാനലാണ്. ഇപ്പോൾ നിലവിൽ അതിലൊരു ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു വാർത്ത, ശ്രീകണ്ഠൻ നായരുടെ കുറച്ച് വോയിസുകൾ, അതായത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ആ സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്രീകണ്ഠൻ നായർ സഹപ്രവർത്തകരോട് പറഞ്ഞ കുറച്ച് വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2 റിപ്പോർട്ടേഴ്സ് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും CPM പാർട്ടി സമ്മേളനത്തിന് പോയപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ചാനലിന് കിട്ടില്ല, ചാനലിൻ്റെ റേറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് ശ്രീകണ്ഠൻ നായർ ആ ഒരു വോയിസ് പറയുന്നത്. പക്ഷേ എത്ര തന്നെയായാലും ഇതൊരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയൊരു വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നതും അതിന് പുറത്ത് വിട്ടതും ശരിയാണ്? ഇത് ആ മാധ്യമത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ ഇത് പുറത്തു വന്ന് ലീക്കായ സ്ഥിതിക്കും അതിനെക്കുറിച്ച് ഇതര ചാനലുകൾ കമൻറ്റ് പറഞ്ഞ സ്ഥിതിക്കും ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യത്തിൽ കമൻറ്റ് പറയുന്നത്. നോക്കൂ, കേരളത്തിലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന, താത്വികനായിരുന്ന, സൈദ്ധാന്തികനായിരുന്ന പി ഗോവിന്ദപിള്ളയാണ്. വളരെ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അറിവിൻ്റെ ചക്രവാളം വളരെ വിപുലമായിരുന്നു. കമ്മ്യൂണിസത്തിനും അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ആകാശത്തിന് കീഴിലുള്ളതും മുകളിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ജ്ഞാനമുണ്ടായിരുന്ന ആ ജ്ഞാനവയോധികനായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്. വളരെ പക്വതയാർന്ന അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന പി ഗോവിന്ദപിള്ള അങ്ങനെ പ്രവർത്തിച്ചിരുന്നു. പത്രങ്ങളെക്കാൾ ഇവർക്കുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് പത്രങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി മൂലം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വാർത്തകൾ കൂടി ഇവർ കൊടുത്തിരുന്നു. പത്രങ്ങളുടെ രഹസ്യങ്ങൾ അവരൊരിക്കലും പ്രസിദ്ധം ചെയ്യാത്ത രഹസ്യങ്ങൾ വരെ ചോർത്തിയിരിക്കുന്നു. ഇതിപ്പോൾ കടുവയെ കിടുവ പിടിച്ചെന്ന് പറയുന്ന പോലെ ഇവരുടെ രഹസ്യങ്ങൾ ഇപ്പോൾ ചോർത്തപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് എല്ലാം സുതാര്യമായിരിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ അണിയറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി നമുക്കിപ്പോൾ മനസ്സിലായിരിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ആകാശവാണി ജീവനക്കാരനായിരുന്ന അതിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന ശ്രീകണ്ഠൻ നായർ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങളിലേക്ക് എടുത്തു? എത്രയോ കൊടിയ പാരമ്പര്യം മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന പലരെയും തള്ളിക്കൊണ്ട്. അപ്പം ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ജിജ്ഞാസ കൊണ്ട് ഇത് അന്വേഷിച്ചു. അപ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം, ഇദ്ദേഹം മദ്യം കൈകൊണ്ട് തൊടാത്ത ആൾ, ആ മദ്യപാനം ആസക്തിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നല്ല മനുഷ്യനാണ്. കണ്ടാൽ ചിലപ്പോൾ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മദ്യപാനിയാണെന്ന് തോന്നുമെങ്കിലും അതുപോലെ തന്നെ വളരെ കൂളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. തമാശകളൊക്കെ പറയും, ചിരിച്ചുകൊണ്ട്. അതാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വളരെ കൂളായിട്ടും ചിരിച്ചുകൊണ്ടേ അദ്ദേഹം കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നുള്ളൂ. ചിരി എപ്പോഴും സഹജമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ്, ഡിവോട്ടഡാണ്. അതാണ് 2 ചാനലുകൾ, ഫ്ലവേഴ്സ് 24 ഫ്ലവേഴ്സ് ചാനൽ കൂടാതെ 24 ന്യൂസ് രണ്ടിടത്തും അവതരിപ്പിക്കുക. രാവിലെ തന്നെ ഒരു കരയുള്ള മുണ്ട് കൊടുത്തുകൊണ്ട് വന്ന് നിന്നുകൊണ്ട് അതായത് മൊബൈൽ നോക്കിക്കൊണ്ട് ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ ഒക്കെ അവതരിപ്പിക്കാൻ ആ സാമാന്യമായിട്ടുള്ള ഒരു എനർജി വേണം. ആ എനർജി അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഗോകുലം ഗോപാലിൻ്റെ പ്രീതിക്ക് വിധേയനാക്കി ആ ചാനലിൻ്റെ തലപ്പത്ത് കൊണ്ട് ഇപ്പം നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പണം നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നല്ല പ്രതിഫലവും റേറ്റിംഗും കിട്ടിക്കൊണ്ടിരുന്നു ആയിട്ടാണ്. അതെ, മാതൃഭൂമി, മനോരമ പോലുള്ള എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള, ഏഷ്യാനെറ്റൊക്കെ പഴക്കമുള്ള ചാനലിനോടൊപ്പം തന്നെ 24 എത്തിയതിന് കാരണം SKN മാത്രമാണ്. അതെ, അത്രയധികം സന്നാഹങ്ങളും അത്രയധികം മാർക്കറ്റിംഗ്. മനോരമ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും നമ്പർ 1 ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും അവർ നടത്തും. എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നടത്തും. പണം നന്നായിട്ട് മുടക്കും. പക്ഷേ റിപ്പോർട്ടറിൽ അരുൺ ഇന്നലെ ഇങ്ങോട്ട് പൊട്ടിമുളച്ച ആ പത്രപ്രവർത്തകൻ വന്നപ്പോഴത്തേക്ക് സംഗതികളെല്ലാം തരികിടം മറിഞ്ഞു. അത് നമ്പർ 1 പൊസിഷനിലേക്ക് പോയി. ഇവർ തമ്മിൽ മത്സരമായി. അപ്പോൾ ഇത്തരം കടുത്ത മത്സരം നടക്കുകയാണ്. ഈ കടുത്ത മത്സരം നടക്കുമ്പോൾ വളരെ കൂളായിട്ടുള്ള ആളായിട്ടുള്ള ശ്രീകണ്ഠൻ നായരും ടെൻഷനിലായി എന്നുള്ളതാണ് നമ്മൾ ഈ ശബ്ദ സംപ്രേഷണം കേട്ടാൽ മനസ്സിലാകുന്നത്. വളരെ ടെൻഷനാണ്. അദ്ദേഹം ഒരു പ്രോഗ്രാം രീതിയിൽ, പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ, അതേപോലെ റേഡിയോയിൽ വർക്ക് ചെയ്ത ആ ഒരു രീതിയിലാണ്, പ്രോഗ്രാം ബേസ്ഡ് ആണ് അദ്ദേഹം വളർന്നു വന്നത്. അപ്പം മാധ്യമ പ്രവർത്തനത്തിലെ പക്വതയില്ലായ്മ എന്തെങ്കിലും ഇതിന്റെ ഒരു കാരണമാണോ? കാരണം നമുക്കറിയാം, സുജയ പാർവതിയുടെ വിഷയമൊക്കെ അറിയാം. അവരെ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും BJP സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ സുജയ പാർവതി ഏറ്റെടുക്കുക. ഒരു ദിവസം സുജയ വർക്ക് ചെയ്തതിന് ശേഷം റിസൈൻ ലെറ്റർ കൊടുത്ത കാര്യമൊക്കെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പരാജയമല്ലേ?
അവിടെ ഒരു പരാജയം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യം ഇങ്ങനെ തള്ളിക്കളയാനാണെങ്കിൽ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് ആവശ്യമില്ലാത്ത പഴി. ഇപ്പോൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും വരുന്നില്ല. പുള്ളിയുടെ പാട് നോക്കിയൊക്കെ പോയാൽ മതി. ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അതിന് പബ്ലിസിറ്റി കൊടുത്തത് ഒരു പരാജയം, പിന്നെ പുറത്താക്കേണ്ടി വന്നത് ഒരു പരാജയം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. അവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്. അതിലൊന്നും സുജയ പാർവതി ഒരു വലിയ അവതാരകയാണെന്ന് ഒരു സാധാരണക്കാരെ പോലെ വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ. അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടും അതിൻ്റെ ഒരു ആഴം നോക്കിയിട്ടും ഒക്കെ വിലയിരുത്തുന്ന ആളായതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ. പലരെക്കുറിച്ചും നമ്മുടെയൊക്കെ ആരാധനാപാത്രങ്ങളായിരിക്കുന്ന അവതാരകരെക്കുറിച്ച് അത്ര വലിയ മതിപ്പൊന്നും അല്ല എനിക്കുള്ളതെന്ന കാര്യം തുറന്നു സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ശ്രീകണ്ഠൻ നായരെക്കുറിച്ചും അങ്ങനെ വലിയ മതിപ്പൊന്നുമില്ല. ഈ കോമാളിത്തരമായിട്ട് ന്യൂസിനെയൊക്കെ മാറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പ് ഉള്ള ആളല്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സംസാരിക്കുമ്പോഴും സൗഹൃദം പുലർത്തുകയും നമ്മളെ ഒരിക്കലും വലിയ പൊസിഷനിലെത്തുമ്പോഴും മറന്നു പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന് അദ്ദേഹത്തിനോട് വളരെയധികം നന്ദിയുള്ള ആളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആകാശവാണിയിലെ നാടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ. നമ്മളിപ്പോൾ ചെന്നാലും ആകാശവാണി ചെന്നാലും അദ്ദേഹം തിരക്കിലാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം പുസ്തകങ്ങളും എഴുതുകയാണ്. ആ പുസ്തകം എഴുതുന്നതിൻ്റെ തിരക്കിലും ഒക്കെ ആയിട്ട് അവിടെയും വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ നിന്നാണ് പെട്ടെന്ന് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക്, ഇവിടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ജോലിയുടെ സുരക്ഷിതത്വം ഉള്ളിടത്തു നിന്നാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്, പറിച്ചു നടപ്പെട്ടത്. അവിടെ അദ്ദേഹം വിജയകരമായിട്ട് ഇതിൻ്റെ കൊടി പാറിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം പാർട്ടിയെ ഒന്നിപ്പിച്ചുവെങ്കിലും ഫ്ലവേഴ്സിനെ രണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ രണ്ട് ഉയർന്ന റിപ്പോർട്ടർമാർ തമ്മിൽ ദീപക് ധർമ്മണം വളരെ കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. വളരെ സീനിയറായിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന റിപ്പോർട്ടർമാരാണ്. അതായത് ചീഫ് റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ ബ്യൂറോ ചീഫുകളോ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അത് നമ്മുടെ പ്രശ്നവുമല്ല. അവർ തമ്മിൽ അവിടെ ഒരു വഴക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്, സാധാരണ സംഭവിക്കാത്തതുമാണ്. നമുക്കെല്ലാം ഉള്ള ഒരു പൊതു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് പോലുള്ള ഒരിടത്തേക്ക് പോകുമ്പോൾ പുറത്ത് നമ്മൾ തമ്മിൽ ക്ലാഷ് ഉള്ളവരാണെങ്കിലും നമ്മളവിടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. ടീമാണ്, ഒരു പൊളിറ്റിക്സും ഇല്ല അവിടെ. വ്യക്തിപരമായിട്ട് വളരെ സൗഹാർദ്ദം നമ്മൾ ഒന്നിപ്പിക്കും ഇങ്ങനെയുള്ള സമ്മേളനങ്ങളാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സമയം. നമ്മുടെ കീരിയും പാമ്പും എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് നമ്മുടെ ചാനലിന് വേണ്ടി ഡിവോട്ട്സ് ആയിട്ട് നിന്ന് ചെയ്യുക ഞാൻ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ. ഇപ്പോൾ SKന്റെ പ്രശ്നം മാത്രമല്ല നമ്മളിവിടെ ഒരു ചർച്ചയ്ക്ക് നിൽക്കുന്നത്. കാരണം ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും സെൽഫായിട്ട് ഓരോ രാഷ്ട്രീയം കാണും. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം കലർക്കുന്നത്, രാഷ്ട്രീയം കലരുകയില്ല, ചാനലിന്റെ തളർച്ചയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇന്ത്യൻ എക്സ്പ്രസ് ഞങ്ങൾ ഒരു ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്ന നെക്സലേറ്റുകളുണ്ട്, അതിൽ തന്നെ RSSകാരുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന അവിടെ ഞങ്ങൾ ഒരേ സഹോദരന്മാരെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളൊന്നും അവിടെ ഞങ്ങളുടെ ശത്രുക്കളാവുന്നില്ല. ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചത്? ഇതൊരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നമാണെന്നും പറയുന്നുണ്ട്. ഒരാൾ ഒഴിയുമ്പോൾ മറ്റൊരാൾ ഏറ്റെടുക്കുക, അത് സന്തോഷപൂർവ്വം ഏർപ്പെടുത്തും. കാരണം ഇതൊരു ജോലിയല്ല, അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നമുക്ക് സന്തോഷമാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു അംശവും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ സന്തോഷമാണ്. നമ്മളെല്ലാം മറന്ന് ആഹാരം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കമോ മറന്നുകൊണ്ടു തന്നെയാണല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ യുവജനോത്സവം, സ്കൂൾ കലോത്സവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈമെയ് മറന്നുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഈ ജേർണലിസ്റ്റുകൾ, റിപ്പോർട്ടേഴ്സ് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ശരിക്കും പബ്ലിക് ആവുന്നത് TV ചാനലുകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയാണ്. അപ്പൊ നമ്മൾക്കൊരു നേരുണ്ടായിരിക്കണം അല്ലേ? ഇതിൽ ഒരു നേരില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടിങ്, ഇതിൽ ഒരു രാഷ്ട്രീയം കലർത്തുക അല്ലെങ്കിൽ ഒരു മതം കലർത്തുക, പിന്നെ ജനങ്ങളുടെ വിശ്വാസ്യതയിലാണ് ഇത് പ്രശ്നം വരുന്നത്. കാരണം മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു ജോലിയാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലൊരു എന്തെങ്കിലും ഒരു കലർപ്പ് കലർന്നാൽ ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത് അല്ലേ? രഞ്ജിനി, എനിക്ക് അവിടെ ഒരു സംശയമുള്ളത്, ശ്രീകണ്ഠൻ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ടായി അവിടെ നിന്നാണ്. അല്ല രാഷ്ട്രീയമായിട്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ വല്ലതും വന്നോ ഇതിൻ്റെ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ആ ഒരു CPM സമ്മേളനത്തിൽ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് അവിടെ എത്തിയിട്ടില്ല, ചാനലിൽ എത്തിയിട്ടില്ല. മറ്റുള്ള ചാനലുകളെല്ലാം എത്തുകയും കോർഡിനേഷനാണ്, ശരിയായ കോർഡിനേഷൻ നടക്കാത്തത്. കോർഡിനേഷൻ ആകാൻ ചിലപ്പോൾ അവർക്ക് ആ ഒരു പാർട്ടിയിലെ ചില കാര്യങ്ങൾ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം വന്നിട്ടുണ്ടോ എന്നാണോ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. വ്യക്തതയില്ല, അത് കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അത് പാളിപ്പോയി, റിപ്പോർട്ടിംഗ് പാളിപ്പോവുകയും പ്രശ്നം ശ്രീകണ്ഠനെ ടെൻഷനാക്കിയത് അതിൻ്റെ റേറ്റിംഗ് താഴോട്ട് പോയി. മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് അതിൻ്റെ റേറ്റിംഗ് വളരെ പാളിപ്പോയി എന്നുള്ളതാണ്. മറ്റുള്ള ചാനലുകൾ വളരെ കുറ്റമറ്റ രീതികൾ ഇത് ചെയ്തപ്പോൾ ഇവിടെ തമ്മിലടി മൂലം
ആ റേറ്റിങ്ങും കൃത്യമായ റിപ്പോർട്ടിങ് നഷ്ടപ്പെട്ടു. കള്ളവാർത്ത എന്നുള്ളതല്ല പറയുന്നത്, അതിൻ്റെ ഫുൾ റിപ്പോർട്ടിങ് വേണം. ആ ഫുൾ റിപ്പോർട്ടിങ് ഇവിടെ നടന്നില്ല. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, അപ്പുറത്തോട്ട് പോയി ഇൻ്റർവ്യൂയിലൂടെയും അതുപോലെ തന്നെ പിന്നാമ്പുറത്തു നിന്ന് ശേഖരിക്കാവുന്ന വാർത്തകളും കൂടെ ഒക്കെ ചേർത്താണ് നമ്മൾ ഈ ചാനലുകളെല്ലാം കൊടുക്കാറുള്ളത്. പത്രങ്ങളും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. പത്രങ്ങൾ കുറച്ചുകൂടെ അച്ചടക്കം പാലിക്കും. പക്ഷേ അതിൽ ഇവർ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് വേണ്ടത് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ന്യൂസാണ്. അതെത്തിങ്കിൽ പരാജയപ്പെട്ടു. അതിലാണ് ശ്രീകണ്ഠന് ഖേദം വന്നിരിക്കുന്നത്. വാർത്തയിൽ എന്തെങ്കിലും തെറ്റ് വന്നതുകൊണ്ടല്ല, ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ന്യൂസ് കൃത്യമായ റിപ്പോർട്ടിംഗ് നൽകാത്തത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ, അത് നമ്മൾ റിപ്പോർട്ടേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു എൻ്റെ പ്രസ്ഥാനത്തിന്റെ ജീവനക്കാരിയാണ് ഞാൻ. അപ്പൊ എൻ്റെ ബോസ്, എൻ്റെ മുതലാളി പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ പാകപ്പിഴയാണ്? കാരണം എൻ്റെ കയ്യിലുള്ള കൺട്രോളിങ് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഇവിടെ കോർഡിനേഷൻ അവർ ചെയ്തില്ല എന്ന് ശ്രീകണ്ഠൻ പറയുന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം ഇവിടെ, അവരവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ സ്റ്റുഡിയോയിൽ ഒരാളുണ്ടാവണമല്ലോ, ഒരു കോർഡിനേറ്റർ ഉണ്ടാവണം, അവിടുത്തെ ന്യൂസ് എഡിറ്റർ, ആ പോസ്റ്റിൻ്റെ പേരെന്തായിക്കോട്ടെ, അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ അതിന് മുകളിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ടായിരിക്കണമല്ലോ. അതിന് മുകളിലല്ലേ ശ്രീകണ്ഠൻ വരുന്നത്. അപ്പോൾ അവിടം തൊട്ട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അറിയാൻ കഴിഞ്ഞില്ല. ഈ വ്യൂവർഷിപ്പിലുണ്ടായിട്ടുള്ള ഫാൾ അറിയുന്നതിൽ ശ്രീകണ്ഠനും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ ടെൻഷൻ നമ്മളെ കാണിക്കുന്നത്. ആർക്കും പറ്റാം തെറ്റ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് കൊണ്ടാണ്. കാരണം എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻറ്റ് വന്നാൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നും ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ കൊല്ലത്തുണ്ടായ പാളിച്ചയ്ക്കും തീർച്ചയായിട്ടും ശ്രീകണ്ഠനും കൂടി ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ സെലക്ഷൻ നടത്തുന്ന ആരാ, ഇൻ്റർവ്യൂ നടത്തുന്ന ആരാ? അപ്പോൾ ഇങ്ങനെ മാധ്യമ പ്രവർത്തനം ഒരു നേരോടെ തന്നെ പോകട്ടെ. അതെ, നേരോടെ തന്നെ പോകട്ടെ, നേരായ വഴിക്ക് തന്നെ പോകട്ടെ. ഈ മത്സരം വരുമ്പോൾ ശ്രീകണ്ഠനായാലും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്ന പോലെ വീഴാം. അങ്ങനെയാണിപ്പോൾ റിപ്പോർട്ടറിൻ്റെ അതിൻ്റെ വ്യൂവർഷിപ്പ് താഴോട്ട് പോയിട്ടുള്ളത്. അത് നേരെയാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചവട്ടങ്ങൾ.